IPL മത്സരങ്ങൾ തടസ്സപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ലെന്നും മലീമസമായ ക്രിക്കറ്റിനെ ശുദ്ധീകരിക്കാനാണ് ശ്രമിക്കുന്നതെന്നും ചൂണ്ടിക്കാട്ടിയാണ് സുപ്രീം കോടതി IPL വാതുവെപ്പ് കേസിൽ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചത്. IPL മത്സരങ്ങൾ റദ്ദാക്കാനോ ഏതെങ്കിലും ടീമുകളെ സസ്പെൻഡ് ചെയ്യാനോ കോടതി തയ്യാറായില്ല. രാജസ്ഥാൻ റോയൽസും ചെന്നൈ സൂപ്പർ കിങ്സും അടക്കം എല്ലാ ടീമുകൾക്കും കളിക്കാമെന്നും മത്സരങ്ങൾ തുടരാമെന്നും കോടതി വ്യക്തമാക്കി. ഇന്ത്യൻ ക്യാപ്റ്റൻ മഹേന്ദ്ര സിംഗ് ധോണിക്കെതിരെ കഴിഞ്ഞ ദിവസം ഹരീഷ് സാൽവെ കോടതിയിൽ നടത്തിയ പരാമർശങ്ങളെ BCCI എതിർത്തു. ധോണിക്ക് വാതുവെപ്പുമായി ഒരു ബന്ധവുമില്ലെന്നും രാഹുൽ ദ്രാവിഡ് അടക്കമുള്ള കളിക്കാർ ഇന്ത്യ സിമന്റ്സിന്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് ഇരുന്നിട്ടുണ്ടെന്നും BCCI ചൂണ്ടിക്കാട്ടി. Very reckless allegations were made against the Indian captain based on certain allegations that he had tried to cover up and what he was claimed by the petitioner to have said to the committee. The fact of the matter is he never said any such thing. എന്തായാലും ഒരു കളിക്കാരെയും IPL ൽ നിന്ന് വിലക്കുന്നില്ലെന്ന് കോടതി വ്യക്തമാക്കി. BCCI അധ്യക്ഷൻ ശ്രീനിവാസൻ BCCIയുടെ ഒരു പ്രവർത്തനങ്ങളിലും ഇടപെടരുതെന്ന് ഉത്തരവിട്ട കോടതി സുനിൽ ഗവാസ്കറിനെ ഇടക്കാല ആക്ടിംഗ് പ്രസിഡന്റാക്കി. IPL മത്സരങ്ങളുടെ ചുമതല പൂർണ്ണമായും സുനിൽ ഗവാസ്കറിനായിരിക്കും. അതേസമയം BCCIയുടെ ഭരണപരമായ കാര്യങ്ങളുടെ ചുമതല ഉപാധ്യക്ഷൻ ശിവലാൽ യാദവിനും നൽകി. IPL मैच के दौरान में BCCI का अध्यक्ष का कार्यभार सुनील गावस्कर देखेंगे और IPL के पश्चात जो BCCI का सीनियर वाइस प्रेसिडेंट होगा वो अध्यक्ष का कार्यभार देखेगा. മറ്റു കാര്യങ്ങളിൽ അന്തിമവാദം കേട്ട ശേഷം കോടതി തീരുമാനമെടുക്കും. അധ്യക്ഷ സ്ഥാനത്തിന്റെ കാര്യത്തിൽ ശ്രീനിവാസനും BCCIക്കും തിരിച്ചടിയാണ് കോടതിയുടെ ഇടക്കാല ഉത്തരവ്. അതേസമയം IPL നടത്തിപ്പിന്റെ കാര്യത്തിൽ BCCIക്ക് മാത്രമല്ല രാജസ്ഥാൻ ചെന്നൈ ടീമുകൾക്കും ആശ്വാസകരമാണ് കോടതി ഉത്തരവ്. സുപ്രീം കോടതിയിൽ നിന്ന് TK ഹരീഷ്, മീഡിയ 1.